അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ പേര് കോൾപിറ്റ്സ് ഓസിലേറ്റർ എന്നാണ്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ആണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട് വരുന്നത്. ഇപ്പോൾ R1 ഇവിടെ എന്താണ് 150 ഓം ആണ്. R1 ഇങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. R1 R2 അങ്ങനെ സീരീസ് ആയിട്ടും. ഇനി ഇതിൻ്റെ കോമൺ പോയിൻറ്റിൽ നിന്ന് നേരെ ഗ്രൗണ്ടിലേക്കും ഇങ്ങനെയായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ CRO കണക്ട് ചെയ്യുമ്പോൾ ഈ 0.1 മൈക്രോ ഫാരഡിൻ്റെ കപ്പാസിറ്റർ ഇവിടെ നിന്നാണ് നമ്മൾ CROൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്യുക. പിന്നെ എന്താണ് മറ്റേ എൻഡ് ഗ്രൗണ്ട് ചെയ്യുക. പിന്നെ ഈ ഇൻഡക്ടറാണ് ഈ കണക്ഷൻ വരുന്നത്. ഇതിൻ്റെ തൊട്ടിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡക്ടർ വരുന്നത്. അപ്പോൾ ഈ ഇൻഡക്ടറിൻ്റെ ഇതുണ്ടോ ഒരു എൻഡിലേക്ക് നമ്മൾ ഈ കപ്പാസിറ്റർ C2 എന്ന് പറയുന്ന കപ്പാസിറ്ററിൻ്റെ ഈ എൻഡിൽ നിന്നൊരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ C1 എന്ന് പറയുന്ന കപ്പാസിറ്ററിൻ്റെ ഈ എൻഡിൽ നിന്നുള്ള കണക്ഷൻ നമ്മൾ നേരെ ഇങ്ങോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അതിനുശേഷം എന്ത് ചെയ്യുക, ഈ രണ്ടെണ്ണത്തിൻ്റെ കോമൺ പോയിൻറ്റ് ഇത് നമ്മൾ രണ്ടും കോമൺ ആയിട്ട് കണക്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്യുകയാണ് ചെയ്തത്. കണ്ടോ, അങ്ങനെ ഇതിനെ ഗ്രൗണ്ട് ചെയ്തു. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഈ രണ്ട് കോമൺ പോയിൻറ്റിനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്തു. അപ്പോൾ അത് ഫുള്ള് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. പിന്നെ വീണ്ടും നോക്കുക, ഈ രണ്ട് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സിൽ നിന്നുമുള്ള കണക്ഷൻ എങ്ങോട്ട് പോകുന്നുണ്ട്? ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഈ രണ്ട് ടെർമിനൽസിലേക്ക് ഈ രണ്ട് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റേഴ്സിൽ നിന്നുള്ള കണക്ഷൻ പോകുന്നുണ്ട്. പിന്നെ ഇത് നമ്മളിങ്ങനെയാണ് ഈ സർക്യൂട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ VCC നിന്ന് പോസിറ്റീവ് ഇതിൻ്റെ കണക്ഷൻ നേരെ ഇവിടേക്കും നെഗറ്റീവ് ഗ്രൗണ്ടിലേക്കുമാണ് പോയിട്ടുള്ളത്. പിന്നെ റെസിസ്റ്റേഴ്സും പിന്നെ കപ്പാസിറ്റൻസ് ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ട്രാൻസിസ്റ്റർ നോക്കുകയാണെന്ന് വെച്ചാൽ എമിറ്ററിനെ നമ്മളിങ്ങോട്ടും പിന്നെ കളക്ടറിനെ ഇപ്പുറത്തേക്ക് മുകളിലേക്കോ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ബേസ് മുകളിൽ തന്നെയാണുള്ളത്. പിന്നെ അവിടെ നിന്ന് ജമ്പർ ഇട്ടിട്ട് അതിൻ്റെ കണക്ഷൻ നമ്മൾ നേരെ ഈ R1 R2 എന്ന് പറയുന്ന ഈ ലൈനിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിനെ കണക്ഷൻ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ